നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉദ്യാനങ്ങളിൽ സുപരിചിതമായ ജമന്തിയെക്കുറിച്ചാണ് ഇന്നത്തെ തൊടിയിലെ ചെടിയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ആസ്റ്ററേസിയ ഫാമിലിയിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ക്രിസാന്തിയ സിനറേറിഫോളിയം എന്നതാണ്. ഏഷ്യ ജന്മദേശമായി കണക്കാക്കപ്പെടുന്ന ഇത് യൂറോപ്പിലും ഏഷ്യയിലും ധാരാളമായിട്ട് ഉദ്യാനങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. ചൈനക്കാർ ഇതിനെ കുലീനതയുടെ പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ജപ്പാനിൽ രാജപുഷ്പം എന്ന പേരിലാണ് ഇവ അറിയപ്പെടുന്നത്. ജപ്പാനിലെ രാജകൊട്ടാരങ്ങളിൽ ഒരു കാലത്ത് വളരെ മനോഹരമായ ഈ പൂക്കൾ അലങ്കാരത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു. നല്ല സൂര്യപ്രകാശം ആവശ്യമായ ഈ സസ്യത്തിന് എല്ലാതരം മണ്ണുകളും ഏതു കാലാവസ്ഥയും വളരാനുള്ള കഴിവുണ്ട്. ഇവ പൂക്കളുടെ നിറത്തിലും വലിപ്പത്തിലും അതുപോലെ തന്നെ വിന്യാസത്തിലുമാണ് ഇവ വ്യത്യസ്തമായിട്ട് കാണപ്പെടുന്നത്. ഇവ അനേക ഇനങ്ങളിലായിട്ടും കാണാറുണ്ട്. ഇതൊരു ഔഷധിയാണ്. ഏകവർഷിയായിട്ടും ദ്വിവർഷിയായിട്ടുമുള്ള ഇനങ്ങൾ ഇവയിൽ കാണാറുണ്ട്. ഇവയുടെ കാണ്ഡങ്ങൾ കട്ടിയുള്ളതാണ്. ഈ ചെടിക്ക് ഏകദേശം 20 മുതൽ 60 സെൻറ്റിമീറ്റർ വരെ നീളം കാണാറുണ്ട്. ഇവയുടെ ഇലകൾ ഏകദേശം 2 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ മാത്രമേ നീളം ഉണ്ടായിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീതി 5 സെൻറ്റിമീറ്ററുമായിരിക്കും. ഇവയുടെ ഇലകൾ വിഭജിതമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ പുഷ്പങ്ങൾ വിവിധ വർണ്ണങ്ങളിലും കാണാറുണ്ട്. ഇവ പ്രധാനമായും മഞ്ഞ, വെള്ള നിറത്തിലാണ് കാണപ്പെടാറുള്ളത്. വർഷം മുഴുവൻ പൂക്കുക എന്നത് ഇതിനൊരു പ്രത്യേകതയാണ്. എന്നാൽ കൂടുതലായും വേനൽക്കാലത്താണ് ഇവ പൂക്കാറുള്ളത്. വേനൽക്കാലത്ത് മറ്റു സസ്യങ്ങളൊക്കെ പെട്ടെന്ന് വാടിത്തളരുമ്പോൾ ജമന്തി ചെടി വളരെ മനോഹരമായിട്ട് പൂത്തു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവയുടെ പൂക്കൾ വളരെ ചെറുതായിരിക്കും. ശാഖാഗ്രങ്ങളിൽ പൂങ്കുലയായിട്ടാണ് ഇവ സാധാരണയായിട്ട് കണ്ടുവരുന്നത്. പൊതുവെ ശീർഷമഞ്ജരിയായ പൂങ്കുലയാണ് പൂവ് എന്ന പേരിൽ വിളിക്കുന്നത്. വിത്തുപാകിയും ഇലകൾ നട്ടുമാണ് ഇതിനെ കൃഷി ചെയ്യുന്നത്. സാധാരണയായി ചെടിച്ചട്ടികളിലും അതുപോലെ തന്നെ സാധാരണ നിലങ്ങളിലും ഇവയെ വളർത്തിയെടുക്കാം. ഇവയിലെ പൈറിത്രം എന്ന ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ ജൈവ കീടനാശിനിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ പ്രാണികളെയും മറ്റുമൊക്കെ തുരത്താൻ വേണ്ടി ഇതിനെ ഉപയോഗിക്കാം. കൂടാതെ കോസ്മെറ്റിക് പർപ്പസസിനായിട്ടും ഇതിനെ ഉപയോഗിച്ച് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അലങ്കാര സസ്യമായിട്ടും ഇവയെ ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കും. ഈ ജമന്തി സാധാരണ ഈ ഉദ്യാനങ്ങളിൽ അലങ്കാരത്തിനാണ്, വീടിൻ്റെ ഉള്ളിൽ അലങ്കാരത്തിന് ഉപയോഗിക്കും. ഇത് കാണാൻ തന്നെ നല്ല ഭംഗി, അതിനൊരു ഫ്രഷ്നെസ് കൂട്ടാനുള്ള ഒരു കഴിവുണ്ട്. പിന്നെ ഇതിൻ്റെ 2 പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ, ഈ തലയിൽ ഈ പേനും ഈ ഈരൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ജമന്തിയുടെ പൂവ് ഒരു താളിയാക്കുക, അതൊന്നിക്ക് ഇടിച്ചു പിഴിഞ്ഞ വെള്ളത്തിൽ കുറച്ച് കുഴമ്പാക്കുക, അല്ലെങ്കിൽ അതിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് തല കഴുകി കഴിഞ്ഞാൽ ഈ പേൻ ശല്യം ഇല്ലാണ്ടാവും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അത് ഉപയോഗിച്ചാൽ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം, ഈ ജമന്തിയുടെ ഇതളെടുത്തിട്ട് ലേശം പനിനീരും വെണ്ണയും കൂടി ചാലിച്ചൊരു പേസ്റ്റ് ആക്കിയിട്ട് ഈ മുഖത്ത് പറ്റിയ കരിമുഖത്തിന് കുറേശ്ശെ മങ്ങലുണ്ടാവും. അതുപോലെ മുഖത്തുണ്ടാകുന്ന പാടുകൾക്കും അതൊരു നല്ലൊരു ലേപനമായിട്ട് ഉപയോഗിക്കാൻ പറ്റും.